Dear students, corollary and problems related to monotone convergence theorem. Statement of the corollary. A monotone sequence of real numbers is properly divergent if and only if it is unbounded. If xn is an unbounded increasing sequence, then limit xn equal to plus infinity. If xn is an unbounded decreasing sequence, then limit xn equal to minus infinity. That is, we already discussed the monotone convergence theorem. Monotone convergence theorത്തിൽ കൺവേർജൻ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പറയുന്നത്. കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. കൊറോളറിയിൽ പറയുന്നത് ഡൈവേർജൻ്റ് ആവാനുള്ള കണ്ടീഷനാണ്. പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ഇനി മൊണോട്ടോൺ സീക്വൻസ് ആകുമ്പോൾ രണ്ട് കേസ് ഉണ്ടാവും. ഇൻക്രീസിങ് ആകുമ്പോൾ എങ്ങോട്ടാണ് ഡൈവേർജ് ചെയ്യുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതുപോലെ ഡിക്രീസിങ് ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്കും ഡൈവേർജ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ എക്സൻ എന്ന് പറയുന്ന ഒരു മൊണോട്ടോൺ സീക്വൻസ് എടുക്കും. മൊണോട്ടോൺ ആണ്, അതുപോലെ അത് ഡൈവേർജൻ്റ് ആണ്. അത് ഡൈവേർജൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആൻഡ് വി നോ ബൈ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം ഒരു മൊണോട്ടോൺ സീക്വൻസ് എക്സൻ ഒരു മൊണോട്ടോൺ ആണ്, അത് കൺവേർജൻ്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ കൺവേർജൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബൗണ്ടഡ്, ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. അത് ഡൈവേർജൻ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് എന്താ? അൺബൗണ്ടഡ് ആണ്. കാരണം കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആകും, തിരിച്ച് ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആവും. ദാറ്റ് മീൻസ് പ്രോപ്പർലി ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കൺവേർജൻ്റ് അല്ല എന്നാണ്. കൺവേർജൻ്റ് അല്ലെങ്കിൽ അത് ബൗണ്ടഡും അല്ല, ദാറ്റ് മീൻസ് അൺബൗണ്ടഡ്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് പ്രൂവ്ഡ്. ദെൻ നൗ വി ഹാവ് ടു പ്രൂവ് ദി കോൺവേഴ്സ് പാർട്ട്. സോ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എക്സൻ ഈസ് മൊണോട്ടോൺ ആണ്, അതുപോലെ സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് properly divergent. So monotone ആയതുകൊണ്ട് we have two cases, increasing and decreasing. So case 1, xn is increasing and unbounded. Unbounded ആണ്, increasing ആണ്. സോ അൺബൗണ്ടഡ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? xn അൺബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിന് ബൗണ്ടറി ഇല്ല. അതായത് എക്സൻ ഒരു ബൗണ്ടറി ഇല്ലാതെ പോകുന്ന സീക്വൻസ് ആണ്. അത് ഒന്നുകിൽ റൈറ്റ് സൈഡിലേക്ക് ബൗണ്ടറി ഇല്ലാതെ ഇരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്. അതായത് ഒന്നുകിൽ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ബൗണ്ട്, അല്ലെങ്കിൽ രണ്ടും അതിനില്ല. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ബൗണ്ടഡ്നെസ് ഓർ അൺബൗണ്ടഡ്നെസ് വി ക്യാൻ സേ ദാറ്റ് എക്സൻ ഈസ് അൺബൗണ്ടഡ് മീൻസ്, സീക്വൻസ് എക്സൻ ഈസ് അൺബൗണ്ടഡ് മീൻസ് for every real number alpha belongs to R, there exists a natural number k belongs to n such that xn greater than alpha for every n greater than or equal to k. ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ, k എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ സീക്വൻസിലെ ടേം എക്സൻ ഏത് റിയൽ നമ്പർ എടുത്താലും അതിനേക്കാൾ വലുതാവുക. ദാറ്റ് മീൻസ് അതിങ്ങനെ ഒരറ്റത്തേക്ക് ഇങ്ങനെ ഒരു ബൗണ്ടറി ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ആൽഫ എന്നുള്ളത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഏത് സൈഡിലേക്കും ആവാം, ഇങ്ങോട്ടും ആവാം അങ്ങോട്ടും ആവാം. സോ ഏത് നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ, ഒരു 100 എന്ന് പറയുന്ന ഒരു ടേം കഴിഞ്ഞാൽ, 100ാമത്തെ ടേം കഴിഞ്ഞാൽ സീക്വൻസിലെ എല്ലാ ടേമും ഏത് നമ്പർ എടുത്താലും അതിനേക്കാൾ വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ബൗണ്ടറി ഇല്ല. ദാറ്റ് മീൻസ് അൺബൗണ്ടഡിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ച് ഇത് എഴുതാൻ പറ്റും. നൗ ഇനി നമുക്കുള്ളത് ഇൻക്രീസിംഗ് എന്നാണ്. ഇൻക്രീസിങ്ങിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ച് വി ക്യാൻ റൈറ്റ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എൻ കെയിനേക്കാൾ വലുതാണെങ്കിൽ എക്സ് എൻ എക്സ് കെനേക്കാൾ വലുതായിരിക്കും ബൈ ഡെഫിനേഷൻ ഓഫ് ഇൻക്രീസിങ്. ഇനി ഇതിന്ന് രണ്ടൊന്നും കൂടെ നമ്മൾ എന്ത് എഴുതും? രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതും. ദാറ്റ് ഈസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ. ഇനി എക്സ് കെ കഴിഞ്ഞാൽ എന്താണ് സീക്വൻസിൻ്റെ അവസ്ഥ? എക്സ് കെ മുതൽ അങ്ങോട്ട് അത് ഗ്രേറ്റർ ദാൻ ആൽഫയാണ് for every n greater than or equal to k. So first to last എടുത്താൽ xn greater than alpha for every n greater than or equal to k.
ഈ ഡെഫിനിഷൻ എന്തിൻ്റെ ഡെഫിനിഷനാണ്? ഇത് നമ്മൾ പ്രോപ്പർലി ഡൈവേർജൻ്റ് എഴുതിയപ്പോൾ ഉള്ള ഡെഫിനിഷനാണ്. ദിസ് മീൻസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്നാണ്. സോ the first statement is proved. Now we consider the second case, that is case 2. xn is monotone. xn is monotonically decreasing and unbounded. Decreasing and unbounded. Similarly, unbounded ഉപയോഗിച്ചിട്ട് we can write for every beta belongs to R, there exists some j എന്നെടുക്കുന്നുണ്ട്, k നമ്മൾ നേരത്തെ എടുത്തു, j belongs to n, such that xn less than beta for every n greater than or equal to j. ഒരു പർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ ഏത് നമ്പർ എടുത്താലും എക്സ് എൻ എന്താവുക? അതിനേക്കാൾ ചെറുതാവുക. ദാറ്റ് ഈസ് എക്സ് എന്നിന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്തോറും എന്തുണ്ടാവില്ല? ബൗണ്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബൗണ്ടറി ഇല്ലെങ്കിലും നമ്മളതിന് അൺബൗണ്ടഡ് എന്ന് പറയും. സോ അൺബൗണ്ടഡ് ഉപയോഗിച്ച് എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നെടുത്തു. ഇനി ഡിഗ്രീസിങ് ആണ് എക്സ് എൻ. അതുകൊണ്ട് ഡിഗ്രീസിങ്ങിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്ന് പറയാൻ പറ്റും. അതായത് എൻ ജെനേക്കാൾ വലുതാണ്, പക്ഷേ എക്സ് എൻ എക്സ് ജെനേക്കാൾ ചെറുതാണ്. ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഡിഗ്രീസിങ്. ഇനി ഈ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ട് നേരത്തെ എഴുതിയതുപോലെ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ കഴിഞ്ഞാൽ എല്ലാം ബീറ്റേനേക്കാൾ ചെറുതാണ്. സോ ലെസ് ദാൻ ബീറ്റ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എടുക്കുക. എക്സ് എൻ ലെസ് ദാൻ ബീറ്റ for every n greater than or equal to j. This is the definition of diverges to infinity, limit xn equal to minus infinity. So that is the corollary. First problem, let x1 equal to 1 and xn plus 1 equal to root of 2 plus xn. Show that sequence xn is monotonic, convergent and find the limit. So we have given x1 equal to 1 and the general form xn plus 1 equal to root of 2 plus xn. And we have to verify three things. We have to show that xn is monotonic. Then we have to show that it is convergent and find its limit. So sequence monotonic ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, ഒരു സീക്വൻസ് monotonic ആണ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ് എന്നും എക്സ് എൻ പ്ലസ് വണ്ണും തമ്മിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു റിലേഷൻ പ്രൂവ് ചെയ്താൽ മതി. സോ ഒരു നമ്പർ എ എന്ന് പറയുന്ന നമ്പർ ബിനേക്കാൾ വലുതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യാൻ എ മൈനസ് ബി കണ്ടാൽ മതി. എ മൈനസ് ബി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അതേപോലെ എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഡിവിഷൻ ഉപയോഗിച്ചും കാണാം. എ ബൈ ബി എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. എ ബൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. സോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ടേം എഴുതി നോക്കാം. x1 x2 x3 കുറച്ച് ടേം എഴുതി നോക്കുക. അപ്പോൾ നമുക്കൊരു ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നത് ചില സീക്വൻസിൽ അങ്ങനെ പറയാൻ പറ്റും. ചിലതിൽ ഡിവൈഡ് ചെയ്തിട്ട് ചിലതിൽ സബ്ട്രാക്റ്റ് ചെയ്തിട്ടൊക്കെ പറയാൻ പറ്റും. അത് ഓരോന്നിലും ഓരോ മെത്തേഡായിരിക്കും അപ്ലൈ ചെയ്യുക. ചിലത് ഒറ്റ ബൈ ഒബ്സർവേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ. ഇപ്പോൾ n എന്ന് പറയുന്ന സീക്വൻസ് 1 2 3 ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന്. 1/n എന്ന് പറയുന്ന സീക്വൻസ് ഡയറക്റ്റ് നമുക്ക് ഡിക്രീസിങ് ആണെന്ന് പറയാൻ പറ്റും. സോ ബൈ ലോജിക് ഏത് മെത്തേഡെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഹിയർ വി ഹാവ് ഗിവൺ ദാറ്റ് x1 ഈക്വൽ ടു 1, xn പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് xn. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് മോണോട്ടോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ വി റൈറ്റ് x2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 പ്ലസ് x1 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 പ്ലസ് 1 റൂട്ട് 3. x3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 പ്ലസ് x2 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് 3.
സോ നമുക്കിതൊന്ന് മനസ്സിലാവും. 1-നേക്കാൾ വലുതാണ് √3. സോ x1-നേക്കാൾ വലുതാണ് x2. √3-നേക്കാൾ വലുതാണ് √2 + √3. x2-നേക്കാൾ വലുതാണ് x3. ഇനി ഇങ്ങനെ ടേംസ് എഴുതിപ്പോയാൽ നമുക്ക് മനസ്സിലാവും അതിനേക്കാൾ വലുതാണ് x4. അങ്ങനെ ബൈ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 4-5 ടേം എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആകുമ്പോൾ എന്തായാലും അത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിരിക്കും. സോ നമുക്കത് എഴുതാൻ പറ്റും. ഇനി x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര x3 ലെസ് ദാൻ എക്സെട്ര ആണ്. സോ xn സീക്വൻസ് xn ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെങ്കിൽ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടാവും. സോ x1 ഈസ് ദി ലോവർ ബൗണ്ട് x1 ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് അതിൻ്റെ കൺവേർജൻസിനെ കുറിച്ചാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ടും വേണം അപ്പർ ബൗണ്ടും വേണം. സോ ലോവർ ബൗണ്ട് ഇൻക്രീസിങ് ആണ് എന്നതിൽ നിന്ന് നമുക്ക് x1 ഒരു ലോവർ ബൗണ്ട് ആണെന്ന് കിട്ടി. സോ ബൗണ്ടഡ് ബിലോ ആണ്. ഇനി ബൗണ്ടഡ് എബോ ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഇറ്റ് ഈസ് കൺവേർജൻറ്റ് എന്ന് പറയാം. അപ്പോൾ ബൗണ്ടഡ് എബോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം x1 = 1 ആണ്. ഈ 1 എന്ന് പറയുന്ന നമ്പർ 2-നേക്കാൾ ചെറുതാണ്. അതുപോലെ x2 എന്ന് പറയുന്നത് √2 + 1 അതായത് √3 എന്ന് കിട്ടുക, അതും 2-നേക്കാൾ ചെറുതാണ്. അതായത് അതിലെ ഫസ്റ്റ് ടേം എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ടേം ഏതാണോ അതിനപ്പുറത്തുള്ള ഇൻറ്റിജർ. ഇനിയിപ്പോൾ ഇവിടെ 2-നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞാൽ ഈ 2-ന് പകരം നമ്മൾ 3 എടുത്താലും കുഴപ്പമൊന്നുമില്ല. x1 ലെസ് ദാൻ 3 അതേപോലെ x2 ലെസ് ദാൻ 3 ആണെന്ന് നമുക്ക് കിട്ടും. ആ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം ഏതാണോ അതിനേക്കാൾ വലിയ ഒരു ഇൻറ്റിജർ എടുത്താൽ മതി. സോ അത് മിക്കവാറും കേസിൽ അങ്ങനെ തന്നെ നമുക്ക് ആ റിലേഷൻ എഴുതാൻ പറ്റും. ഇനി x3 ചെക്ക് ചെയ്ത് നോക്കിയാൽ √2 + √3 ആണ്. അതും 2-നേക്കാൾ ചെറുതാണ്. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ്. നമ്മൾ സപ്പോസ് ചെയ്തു സപ്പോസ് ദാറ്റ് xk ഈസ് ലെസ് ദാൻ 2. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? xk + 1 ലെസ് ദാൻ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ xk + 1 നമുക്ക് എങ്ങനെ എഴുതാം? ബൈ ഡെഫിനിഷൻ √2 + xk ആണ്. ഇനി √2 + xkക്ക് പകരം xk-നേക്കാൾ വലിയ 2. xk എന്ന് പറയുന്നത് xk ലെസ് ദാൻ 2 ആണ്. xk-നേക്കാൾ വലുതാണ് 2. xkക്ക് പകരം xk-നേക്കാൾ വലിയ 2 ആഡ് ചെയ്ത് കൊടുത്തു ആ പ്ലേസിൽ. സോ വലിയ നമ്പർ റൈറ്റ് സൈഡിലാണ് ആഡ് ചെയ്തത്, അതുകൊണ്ട് റൈറ്റ് സൈഡിൽ വലുതാകും. ദാറ്റ് ഇംപ്ലൈസ് ഇത് xk + 1 ആണ്. xk + 1 ലെസ് ദാൻ 4 √4 ദാറ്റ്സ് ഈക്വൽ ടു 2. സോ വി ഗെറ്റ് xk + 1 ഈസ് ആൾസോ ലെസ് ദാൻ 2. സോ 1-ന് ട്രൂ ആണ്, 2-ന് ട്രൂ ആണ്, k എന്ന നമ്പറിന് ട്രൂ ആണ്, k + 1-നും ട്രൂ ആണ്. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരി n, ദറ്റ് ഈസ് xn ലെസ് ദാൻ 2 ഫോർ എവരി n. ദറ്റ് ഈസ് ലോവർ ലിമിറ്റ് x1 ആണെന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ xn എന്ത് കിട്ടി? ലെസ് ദാൻ 2 ആണെന്ന് കിട്ടി. സോ xn സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് ബിലോ ആണ്, ബൗണ്ടഡ് എബോ ആണ്. സോ ദാറ്റ് ഈസ് ബൗണ്ടഡ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ മോണോട്ടോണിക്കലി ഇൻക്രീസിങ്. സോ വി ക്യാൻ അപ്ലൈ ദ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. ഒരു സീക്വൻസ് മോണോട്ടോണും ആണ്, ബൗണ്ടഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. ഇനി നമുക്കതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ സപ്പോസ് ദാറ്റ് ലിമിറ്റ് xn ആണല്ലോ കാണേണ്ടത്. ലിമിറ്റ് xn = L എന്ന നമ്പർ എടുത്തു. അതുകൊണ്ട് തന്നെ ലിമിറ്റ് xn + 1 എന്തായിരിക്കും? Ln ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സീക്വൻസിൻ്റെയും അതിൻ്റെ ടെയിലിൻ്റെയും ലിമിറ്റ് സെയിം ആയിരിക്കുന്നു. സോ ലിമിറ്റ് xn L ആണെങ്കിൽ ലിമിറ്റ് xn + 1 L ആയിരിക്കും. ഇനി നമുക്ക് xn + 1 തന്നിട്ടുണ്ട്, √2 + xn. രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് xn + 1 ഈക്വൽ ടു ലിമിറ്റ് √2 + xn.
ദാറ്റ്സ് ഈക്വൽ ടു നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. എക്സ് എന്നിൻ്റെ ലിമിറ്റ് എക്സ് ആണെങ്കിൽ റൂട്ട് എക്സ് എന്നിൻ്റെ ലിമിറ്റ് റൂട്ട് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് ലിമിറ്റ് 2 പ്ലസ് എക്സ് എൻ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലിമിറ്റ് 2 പ്ലസ് ലിമിറ്റ് എക്സ് എൻ. ലെഫ്റ്റ് സൈഡിലുള്ളത് ലിമിറ്റ് എക്സ് എൻ പ്ലസ് 1 ആണ്. ലിമിറ്റ് 2 ഈസ് 2. ലിമിറ്റ് എക്സ് എൻ നമ്മളെടുത്തത് എൽ എന്നാണ്. ലിമിറ്റ് എക്സ് എൻ പ്ലസ് 1 എൽ ആണ്. എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് എൽ എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുക. എൽ സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് എൽ എന്ന് കിട്ടും. എൽ സ്ക്വയർ മൈനസ് എൽ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ വി ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ബൈ സോൾവിങ് ദിസ് വി ഗെറ്റ് എൽ പ്ലസ് 1 ഇൻറ്റു എൽ മൈനസ് 2 ഈക്വൽ ടു 0. So we get two values, L equal to minus 1, 2. പക്ഷേ ലിമിറ്റാണ്. ഈ L എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് എൻ ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത് വാല്യൂ. ലിമിറ്റ് എക്സ് എൻ എപ്പോഴും യൂണീക്ക് ആയിരിക്കും. യൂണീക്ക്നെസ് ഓഫ് ലിമിറ്റ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സോ മൈനസ് 1 2 കിട്ടി. 2 ലിമിറ്റ് കിട്ടി. പക്ഷേ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിലേതായിരിക്കും? എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 1, അതേപോലെ നെക്സ്റ്റ് ടേം റൂട്ട് 3, അതേപോലെ റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് 3. അത് പോസിറ്റീവ് നമ്പർ മാത്രമുള്ള ഒരു സീക്വൻസാണ്. അപ്പോൾ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമുള്ള ഒരു സീക്വൻസിൻ്റെ ലിമിറ്റും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ മൈനസ് 1 ഒരിക്കലും ലിമിറ്റ് ആവില്ല. ദെർഫോർ എൽ ഈക്വൽ ടു 2. എൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 2. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. Let yn be a sequence with y1 equal to 1, yn plus 1 equal to 1 by 4 into 2 into yn plus 3. Show that yn is monotonic, convergent and find its limit. Similar question ആണ്. സോ ഇതിലും 3 കാര്യങ്ങളാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. മോണോട്ടോണിക് ആണ്, കൺവേർജൻ്റ് ആണ്, അതുപോലെ ലിമിറ്റ് കാണണം. സോ വി ഹാവ് ഗിവൺ y1 equal to 1 and yn plus 1 equal to 1 by 4 into 2yn plus 3. So y2 കണ്ടു നോക്കാം. y2 equal to 1 by 4 into 2y1 plus 3 that's equal to 1 by 4 into 2 plus 3 that's equal to 5 by 4. ഏകദേശം 1.25 വരും. ഏകദേശം അല്ല, കറക്റ്റ് 1.25 വരും. y3 equal to 1 by 4 into 2 into y2 വരെ 2 into 5 by 4 plus 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 11 by 8 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1.375 എന്ന് കിട്ടും. സോ ഇങ്ങനെ y4 y5 എക്സെട്ര അങ്ങനെ കണ്ടുപോയാൽ നമുക്ക് കിട്ടും y1 1 ആണ്, 1-നേക്കാൾ വലുതാണ് 1.25. ദാറ്റ് ഈസ് അതിനേക്കാൾ വലുതാണ് y3 എക്സെട്ര എന്ന് കിട്ടും. That is yn is a increasing sequence എന്ന് കിട്ടും. yn is a monotonically increasing sequence. Since it is monotonically increasing, it is bounded below by y1. bounded below ആണ്. monotonically increasing sequence ഒക്കെ bounded below ആണ്. and the lower bound is y1. y1 is a lower bound. ഇനി ഇതിന് അപ്പർ ബൗണ്ടും കൂടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം കൺവേർജൻ്റ് ആണെന്ന് പറയാം. സിമിലർലി അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് y1 ആണ് ഈക്വൽ ടു 1 ലെസ് ദാൻ 2 ആണ്. അതുപോലെ y2 1.25 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലെസ് ദാൻ 2 ആണ്. അത് ആദ്യമേ നമ്മൾ ഇവിടെ ഈ ടേമുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് നമ്പറാണ് എടുക്കേണ്ടത്, ലെസ് ദാൻ ഏത് നമ്പറാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. മിനിമം 2 എങ്കിലും എടുക്കുക. ഇനി 3 എടുത്താലും 4 എടുത്താലും ഒന്നും കുഴപ്പമില്ല. അതുപോലെ y3 എന്ന് പറഞ്ഞാൽ 1.375 ആണ്, വിച്ച് ഈസ് ആൾസോ ലെസ് ദാൻ 2. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുക yk ഈസ് ലെസ് ദാൻ 2. സോ yk പ്ലസ് 1 കൂടെ പ്രൂവ് ചെയ്താൽ മതി. yk പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 by 4 into 2yk plus 3 എന്ന് കിട്ടും. സോ 1 by 4
2 yk പകരം അതിനേക്കാൾ വലിയ 2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് വലുതാകും. +3 that is yk plus 1 is less than 1/4 into 7 that is 7/4 എന്ന് കിട്ടും. 7/4 എന്ന് പറഞ്ഞാൽ 1.75 ആണ് കേട്ടോ, which is also less than 2. So yk plus 1 is also less than 2. By principle of mathematical induction, it is true for every n, that is yn is less than 2 for every n. So yn has lower bound, that is lower bound is y1 and upper bound is 2. So sequence yn is bounded. By monotone convergence theorem, bounded and monotonically increasing, so yn is convergent. yn is a convergent sequence. ഇനി അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. സപ്പോസ് ദാറ്റ് ലിമിറ്റ് yn ഈക്വൽ ടു L. സോ ലിമിറ്റ് yn പ്ലസ് 1 ഈസ് ആൾസോ ഈക്വൽ ടു L. ഇനി ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. yn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ yn പ്ലസ് 1 ഈക്വൽ ടു 1/4 ഇൻറ്റു 2yn പ്ലസ് 3. രണ്ട് സൈഡും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് yn പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് 1/4 2yn പ്ലസ് 3. ഇത് L ആണ്. ഇവിടെ നമുക്ക് 1/4 ഇൻറ്റു 2 ഇൻറ്റു ലിമിറ്റ് yn പ്ലസ് ലിമിറ്റ് 3 എന്ന് കിട്ടും. സോ വി ഗെറ്റ് L ഈക്വൽ ടു 1/4 ഇൻറ്റു 2 ഇൻറ്റു ലിമിറ്റ് y എന്ന് പറഞ്ഞാൽ L, ലിമിറ്റ് 3 എന്ന് പറഞ്ഞാൽ 3. സോ 1/4 2L പ്ലസ് 3. അപ്പോൾ 4L ഈക്വൽ ടു 2L plus 3. That's we get 2L equal to 3. So L equal to 3/2. That is L means limit to yn. Limit of the sequence is 3/2. Okay, thank you.